നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ സാമുവൽ ജെറോം പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് ആരോപണം. $40,000 നേരത്തെ വാങ്ങിയ സാമുവൽ ജെറോം വീണ്ടും $20,000 പിരിക്കാൻ ശ്രമിക്കുന്നു. ഒരു തവണ പോലും സാമുവൽ കുടുംബവുമായി സംസാരിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു. പിയാസുലിനോട് കൂടുതൽ വിവരങ്ങളുമായി. പിയാസുലിൽ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തലാലിന്റെ സഹോദരൻ തന്നെ നേരിട്ട് സാമുവൽ ജെറോമിനെതിരെ രംഗത്ത് വരികയാണ്. ഇതിന്റെ പിന്നിൽ ചിലർ പണപ്പിരിവും പുട്ടിണിയും കൂടി നടത്തുന്നുണ്ടോ പിയാസുലിൽ? അരുൺ, ഏതായാലും ആ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. സാമുവൽ ജെറോം യമനിലുള്ള മലയാളി അഭിഭാഷകനാണ്. സാമുവൽ ജെറോമിന്റെ വസതിയിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അമ്മ തങ്ങുന്നത്. അപ്പോൾ സാമുവൽ ജെറോം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ നിമിഷപ്രിയ സേവ് ഫോറത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു. ഏതായാലും ഇപ്പോൾ സാമുവൽ ജെറോമിനെതിരെ ഗുരുതരമായ ആരോപണം അബ്ദുൾ മെഹദി ഉയർത്തുകയാണ്. നേരത്തെ $40,000 ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി സാമുവൽ ജെറോം വാങ്ങിയിരുന്നു. ആ പണത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ $20,000 കൂടി ഇദ്ദേഹം പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അബ്ദുൾ മെഹദി ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത്. ഒരു തവണ പോലും തലാലിന്റെ കുടുംബവുമായി സാമുവൽ ജെറോം സംസാരിച്ചിട്ടില്ല. ഒരു ടെലിഫോൺ മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും അബ്ദുൾ മെഹദി ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ കാര്യത്തിൽ ഒരു പ്രയോജനവുമില്ല. കുടുംബം ഉറച്ച നിലപാടിലാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം എന്ന നിലപാടിൽ ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ആവർത്തിച്ച് ഇപ്പോൾ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ചിലർ ഇത്തരത്തിൽ ഇടപെടുന്നത് അവർക്ക് വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന ആരോപണം കൂടി ഇപ്പോൾ ഗുരുതരമായി ഒരു വിഷയമായി ഉന്നയിക്കുകയാണ് അബ്ദുൾ മെഹദി. ഓക്കെ, അത് സുനിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സാമുവൽ ജെറോമിനെ പോലെയുള്ളവർ അങ്ങനെ പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ ഈ സാമുവൽ ജെറോം നല്ല പുള്ളിയാണ് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ, അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള ഫസ്റ്റ് ന്യൂസ് വന്ന സമയത്ത് ഏഷ്യാനെറ്റിലാണ് എനിക്ക് തോന്നുന്നത് ഇത് വന്നിരുന്നു, ഒരു ക്ലിപ്പ് വന്നിരുന്നു, സാമുവൽ ജെറോം സംസാരിക്കുന്ന ഒരു ക്ലിപ്പ്. അന്ന് തന്നെ വ്യക്തമായിട്ട് സാമുവൽ ജെറോം അതായത് APക്കെതിരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കെതിരെയും സംസാരിക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്നു, കേന്ദ്ര സർക്കാരിന് സ്തുതി പാടുന്നു, നമ്മുടെ കേരള ഗവർണർക്ക് സ്തുതി പാടുന്നു. പിന്നെ പുള്ളിയുടെ കൂടെയുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫോ തോമസോ അങ്ങനെ 1-2 പേർക്കും മാത്രമാണ് പുള്ളി സ്തുതി പാടിക്കൊണ്ടിരുന്നത്. ആ ഫസ്റ്റ് കണ്ട് നമ്മൾ വിത്തിൻ 15 മിനിറ്റ്സിൽ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ഇവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറഞ്ഞിട്ട്. അതെ, ഇവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കള്ളൻ. ഇവൻ ആദ്യം പിടിച്ച് അവിടുന്ന് ചാമ്പേണ്ട കാര്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം കുറേ വീഡിയോ നമ്മൾ കണ്ടിട്ടോ. അതേ എന്താ പറയുക ടോപ്പിക്ക് വരുന്ന ഒരുപാട് വീഡിയോ കണ്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1-2 സ്ഥലങ്ങൾ ഇവർ ഇതേത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ജനൻ TV-യിൽ ഒരു ഡിബേറ്റ് നടന്നിരുന്നു. ആ ജനൻ TV-യിലെ ഡിബേറ്റ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ ഡിബേറ്റിൽ അതായത് നിമിഷപ്രിയയുടെ ഒരു ഫ്രണ്ടായിട്ട് ഒരാൾ വന്നിരുന്നിരുന്നു, ഒരു കൃപ എന്നെന്തോ പറഞ്ഞിട്ട്. അതല്ലാണ്ട് ഒരു വിദേശകാര്യ എന്താ പറയുക വിദഗ്ധനും പിന്നെ നമ്മുടെ മുസ്ലിമും പിന്നെ വേറെ 2 പേരും കൂടെ സാമുവൽ ജെറോമും ഇരുന്നിരുന്നത്. ആ ഒരു വീഡിയോ ജനൻ TV ആയതുകൊണ്ട് ഒരുപാട് പേരൊന്നും ഈ മലൻ TV കാണാറില്ലാത്തത് കൊണ്ടും കുറേ പേരത് മിസ് ചെയ്തിട്ട് നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഈ സാമുവൽ ജെറോം പറഞ്ഞ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാം ഈ പറഞ്ഞ വാഴ അവിടെ ഒരു കാര്യം നിമിഷപ്രിയക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് പൈസ തട്ടിയെടുത്ത് അവസാനം, അതായത് അവനെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റൂല, ഒന്നും നടക്കാനും പോകുന്നില്ല. പക്ഷേ ഈ പേരിൽ തലാലിൻ്റെ ഫാമിലിൻ്റെ അടുത്തുനിന്നും നിമിഷപ്രിയയുടെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കയ്യിൽ നിന്നും മാക്സിമം പൈസ തട്ടാനുള്ള എല്ലാ പരിപാടികളും ഈ പറഞ്ഞ മൊണ്ണ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവൻ്റെ ആ ഒരൊറ്റ പ്രതികരണം കേട്ടാൽ മനസ്സിലാവും. നമ്മൾ അന്ന് അതേ വീഡിയോക്ക് റിയാക്ട് ചെയ്തിരുന്നു, നമ്മൾ അന്ന് ഇവനിട്ട് റിയാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്ത് അന്ന് കുറേ കളവ് അല്ലെങ്കിൽ കുറേ അവൻ്റെ തോന്നിയ മതവിദ്വേഷം പരത്താൻ വേണ്ടി അവനന്ന് ട്രൈ ചെയ്തിരുന്നു. അതും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഇന്നിപ്പോൾ അത് മാറ്റി നിർത്തുകയാണ്. ഇന്ന് ഈ ജെറോം പറഞ്ഞ് അന്ന് അവൻ പച്ച മലയാളത്തിൽ ജെറോം എന്ന് പറഞ്ഞതാണ് അവൻ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്തത് തലാലിൻ്റെ ഫാമിലിക്കാണ്. നിമിഷപ്രിയ ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ട്. ആ നിമിഷപ്രിയക്ക് എന്താ പറയുക മാപ്പർഹിക്കാത്ത രീതിയിലാണ് നിമിഷപ്രിയ കാര്യങ്ങൾ ചെയ്തത്. തലാലിൻ്റെ ഫാമിലി നിമിഷപ്രിയനെ രാജകുമാരിനെ പോലെ വാഴിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് 100 കാര്യങ്ങൾ. അതായത് നിമിഷപ്രിയയുടെ കൂടെ സപ്പോർട്ടിനുണ്ടായ, അതായത് ഈ കുറ്റത്തിന് മറ്റൊരു യമനി പൗരിയും കൂടെ ഉണ്ടല്ലോ, അവൾ ഒന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് നിമിഷപ്രിയെന്ന് അവൻ ആവർത്തിച്ച് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കേട്ട കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇവനെ കൊണ്ടൊന്നും അവൻ ചെയ്തിട്ടില്ല.
മാക്സിമം പൈസ തട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ളത്. ആ ഒരു ക്ലിപ്പ് കണ്ട് നമുക്ക് അത് സംസാരിച്ചുകൊണ്ട് പോവാം. ശ്രീ സാമുവൽ ജെറോം, അങ്ങ് സംസാരിക്കുന്നത് സനായിൽ നിന്നാണ്. നിലവിൽ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്സ് എന്താണ്? Now we have got the extension, but unfortunately we had a setback yesterday, very bad setback, where the brother has posted that he will not accept any, I mean, there is no pardon and there will be no blood money or anything like that. So he has clearly mentioned that, and which that has been his stand right from the beginning. I mean, that's what I mean, like, so. But why did he come out and say that in public? It's a very important thing. Now there is no much time again in our hand, because this is. I mean, we have an extension, but there is no time frame or anything, which means that it could happen even tomorrow, or it can happen day after tomorrow, or it could happen a year later. So we don't have time on it. So whatever available time, we should, I mean, like, we should approach the family and ask forgiveness. So, and ഇവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചു എന്നേ ഉള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും ആ വധശിക്ഷ നടപ്പാക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സമയമില്ല, വേണമെങ്കിൽ ഇന്ന് വരാം, നാളെ വരാം, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എപ്പം വേണമെങ്കിലും വരാം എന്ന് അവൻ വ്യക്തമായിട്ട് സാമുവലോട് പറയുന്നുണ്ട്. അപ്പം സാമുവൽ അല്ല അതിന് മുമ്പ് ഈ എക്സ്റ്റൻഷന് വേണ്ടി ട്രൈ ചെയ്തതെന്ന് അവൻ്റെ ഈ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് AP ട്രൈ ചെയ്ത സമയത്ത് എങ്ങനെയോ അത് സംഭവിച്ചു. അതുകൊണ്ട് അത് സമ്മതിച്ച് തരാനുള്ള ബുദ്ധിമുട്ടും ഒരു ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ ഒരു ഇന്ത്യയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ, അവിടെ ഉള്ള ഒരാൾ എന്ന രീതിയിൽ ഇവൻ മാക്സിമം സപ്പോർട്ട് സംഘികൾക്കും ത്രിസംഘികൾക്കും കൂട്ടത്തിൽ നമ്മുടെ താടിജിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും പിന്നെ നമ്മുടെ നാട്ടിലെ RSSന്റെ സ്വന്തം ഗവർണർക്ക് രാജേന്ദ്രനും കൊടുത്തു. അതാണ് ഉണ്ടായത്. ഇനി ഇവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ then and secure Nimisha's release. That is what is ahead of us. ശ്രീ സാമുവൽ ജെറോം, ഇപ്പോൾ കൃപാ മരിയ പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നേരത്തെ അങ്ങേക്ക് കേട്ടറിവുള്ള കാര്യമാണോ? കൃപ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപ ഈ പറഞ്ഞ നിമിഷയുടെ ഫ്രണ്ടാണ്. അപ്പം നിമിഷ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്. അയാൾ വന്നു, അയാൾ എന്തോ ഒരു കാര്യത്തിന് വന്നു. അപ്പോൾ അവർ അനസ്തേഷ്യയുടെ ഒരു ഡോസ് കൊടുത്തു. അപ്പോൾ അയാൾക്ക് ആ വേദന മാറിയില്ല. അതോട് വീണ്ടും ഡോസ് കൊടുത്തപ്പം അയാൾ ഒരു കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയി പോയി. ആ സമയത്ത് പേടിച്ചിട്ട് നിമിഷപ്രിയ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ആൻസൈറ്റിൻ്റെ എന്തോ ടാബ്ലറ്റ് കഴിച്ചു. അതിൽ നിമിഷപ്രിയക്ക് തന്നെ ബോധമില്ലാണ്ടായി വരുന്നുണ്ട്. ആ സമയത്ത് നിമിഷപ്രിയയുടെ കൂടെയുള്ള മറ്റാത് യമൻ പൗര അവളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോഴേക്കും തലാൽ മരിച്ചു. അത് തലാലല്ല, എന്താ പറയുക, നെഹ്ദു മരിച്ചു. അതിനുശേഷം അവനെ കട്ട് ചെയ്തതും എല്ലാം അവരാണ് എന്നുള്ള രീതിയിലാണ് നിമിഷപ്രിയ കഥകൾ ഇവളോട് പറഞ്ഞത്, കൃപ എന്ന് പറഞ്ഞ ഫ്രണ്ടിനോട് പറഞ്ഞത്. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി എന്താണ് ജെറോമിനോട് അഭിപ്രായം ചോദിക്കുന്നത്. ജെറോം പറഞ്ഞ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും ജെറോം നിമിഷപ്രിയക്ക് വേണ്ടി അവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത്. I totally differ with what Maria says. See, I'm here fighting for Nimisha, but on the other hand, we have to take into consideration there has been a life lost. People have to understand that very clearly. There has been a life lost. Their family has lost their brother, their father, and you know, a family member has been lost. Now we need to understand this very clearly. Now I'm giving you the facts. Yes. In 2017, Nimisha was brought from southern side jail to the northern part. I don't want to go into details. This was done by the family themselves, the victim's family themselves, because in the south side, this trial was not going to be tried. So the family spent all the money, did all the legal, and legally they were bringing her. And the first time, I mean, a Yemeni social worker called me and asked my help. That is how I got involved into that. Then I sent a message to General VK Singh on WhatsApp, and he called me and he asked me what to be done. Yeah, I said that this lady has to be brought to due legal thing. Then because of the government, our Indian government gave a letter, and that letter was given to the Al-Houthi government, and she was brought to Sana'a for legal, and that's why she is alive. So having said that, the first time Nimisha called me, the first time, and the first word she told me was, "Na avana konnu kalanju." This is the first word she told me. I told her, please,
I am here to help you. I don't care. I am not a God to judge you. I don't care whether you did it or you did not do it. That's not my problem. But however, whatever you want to write it. And there is a 14-page letter which Nimisha wrote, which in 2017 I published it through Manorama. I have still. അതായത് അവൻ പറയുന്നതൊന്നുമില്ല. നിമിഷപ്രിയ അവനെ വിളിച്ച് പറഞ്ഞു, ഞാൻ അവനെ കൊന്നു കളഞ്ഞു. ഒരു കുഴപ്പമില്ല, ഞാൻ അവനെ കൊന്നു കളഞ്ഞു, ബ്രൂട്ടലി ഞാൻ കൊന്നു കളഞ്ഞു. അത് വരുന്നുണ്ട് അടുത്ത വേർഡിൽ, ഞാൻ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് നിമിഷപ്രിയനെ ഒരു സൈഡിൽ നിന്ന്, അതായത് യമൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട്, അതായത് വെസ്റ്റിൽ നിന്ന് നോർത്തിലോട്ട്, നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട് എന്തോന്നും പറഞ്ഞു. അവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ തലാലിൻ്റെ ഫാമിലി തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം വിചാരണ അവിടെ നടക്കുന്നില്ല, ഇവിടെ വിചാരണപ്പുറത്ത് ഇവിടുത്തെ കോടതിയിൽ വിചാരണ നടക്കുകയുള്ളൂ. കൊണ്ടുവന്ന് അവരാണ് സേഫായിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞ് നിമിഷപ്രിയ അവനോട് സംസാരിച്ചു. 14 പേജ് നിമിഷപ്രിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, എഴുതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. The copy if people want I can give. Now let's come to the facts. Okay, I've gone through all the police reports. I've in depth straightly spoken with Nimisha, and it is clear and evident. It is so. I'm setting the stage clearly right. It is a very heinous crime. Now, why would a Yemeni go and kill their own person to support an Indian? Just this is the story is very nice, like for movie, but that is not the fact what happened. You have to understand that. അപ്പം പറഞ്ഞത്, അതായത് ഇത് സ്റ്റോറി പോലെ നിമിഷ പറഞ്ഞ വെറും കഥ മാത്രമാണ്. നിമിഷയാണ് എല്ലാം ചെയ്തത്. ആ കൂടെ നിന്ന യമനി, ഇപ്പൊ ജീവപര്യന്തം തടവിനിട്ട യമനി ആ പെണ്ണ് പോലും ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് നിമിഷയാണ് ചെയ്തത്. അത് നിമിഷ ഉണ്ടാക്കിയ സിനിമാ കഥ പോലെ ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. അത് വളരെ വ്യക്തമാണ്. അത് എനിക്കും മനസ്സിലായിട്ടുണ്ട്. യമനിലെ പോലീസിനും യമനിലെ കോടതിക്കും റിപ്പോർട്ട് അങ്ങനെയാണ്. അതാണ് ഫാക്ട്. ദിസ് ഇസ് ദ ഫാക്ട് എന്നും പറഞ്ഞിട്ട് സാമുവൽ പറഞ്ഞ കാര്യമാണ് കംപ്ലീറ്റ്ലി. അതായത് ഇപ്പം നമ്മൾ ഇവിടുന്ന് പറയണ്ടല്ലോ, നിമിഷപ്രിയ ചിലപ്പം അവളുടെ ഇവൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഈ യമനിയുടെ കയ്യിൽ നിന്ന് മോശമായിട്ട് വല്ലതൊക്കെ അനുഭവിച്ച് കാണും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഇതിൽ ചാടി ചെയ്തതായിരിക്കും. കള്ളത്തരത്തിലൂടെ കല്യാണം പേപ്പറുകൾ ഉണ്ടാക്കി ഇന്ന കുറേ റീസൺ കൊണ്ട് പെട്ടുപോയിട്ടാണ് അവൾ ചെയ്തത്. പക്ഷെ അതൊന്നുമല്ല, കംപ്ലീറ്റ്ലി അവൾ അവളുടെ കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരാൾ അവിടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് വാദിച്ചു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ എന്തിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞാൽ പോലും അവർ മാപ്പ് കൊടുക്കും. അതായത് അവൾ കൊന്നു, അവൾ തീർത്ത് കളഞ്ഞു, അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു, അവളെ സപ്പോർട്ട് ചെയ്യുന്ന യമനി സ്ത്രീ പോലും ഒന്നും ചെയ്തിട്ടില്ല. അതുവരെ അവൾ കളവാ പറഞ്ഞത്. അവൾ സിനിമ കഥ പോലെ കളവ് പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവരെ വെറുതെ വിടാൻ നോക്കൂ? ഇവനെയാണോ നിങ്ങളവിടെ എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരെ സംസാരിക്കാൻ വെച്ചാൽ? ഇത് അന്നേ മനസ്സിലാക്കിയാൽ പോരെ. അതിപ്പോൾ ഇന്ന് പുതുതായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അന്ന് ആ സമയം കൊണ്ട് തന്നെ അവൻ എല്ലാവരുടെ കയ്യിൽ നിന്നും കാശും വാങ്ങിച്ചിട്ടുണ്ട്, അവൻ പറ്റിച്ചിട്ടുണ്ട്. ഇനി അവൻ പറയുന്നത് കേൾക്ക്. Not only that, when she escaped to Sana, she intentionally went to the uncle's house. She came on a car and she went to uncle's house, but she did not go into the house. She went to another house. When police investigated, they took the uncle. This uncle did not even know what happened. The uncle of Talal's family. They put him in jail for 3 months. So she was, I'll tell you something. People have to understand. She was, this was an hardened criminal act. People have to understand this. But why am I don't want an Indian to die in a foreign land. So I'm just getting into this. But the facts should not be mingled. Facts should not be the thing. And the father, when I went to ask pardon from the father, he said, whenever she comes to my house, the father means, the father-in-law, Talal's father, he said, here it's a very big tradition, they cut a bull whenever, which means that's a very big ceremony. So whenever she came to that house, and they cut the bull and they celebrated it. She was like a queen in that house. And I've confirmed legally with legal sources, her marriage to Talal was a legally done marriage. So even in the court it has been proved and all those things. Some of the documents that I don't want to go into details, but the marriage was a legal marriage with the consent of Nimisha. So people have to understand, these are the facts. I'm putting it. I'm here to support Nimisha and to save her. But the facts cannot be misread here, because everywhere in India people are talking bad about that Talal's family. No,
You have to understand they are the first victims. So we have to keep the things right, and then we can have this discussion. യെസ് കുറ്റ വളരെ സിമ്പിളാണ്. അതായത് നിമിഷപ്രിയ കംപ്ലീറ്റ്ലി വിത്ത് കൺസേണോട് കൂടി തന്നെ ഒരു വലിയ കല്യാണമായിട്ടാണ് അവിടെ നിമിഷപ്രിയയുടെയും തലാലുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിമിഷപ്രിയ തലാലിൻ്റെ വീട്ടിലോട്ട് വരുമ്പം അവിടെ എന്താ പറയുക, നമ്മൾ ബീഫ് അറുത്തിട്ട് ഭയങ്കര ആഘോഷമായിട്ടാണ് അവിടെ കഴിക്കുന്നത്. അതുമാത്രമല്ല അവിടെ ഒരു ആഘോഷമാണ്. അതുകൂടെ തന്നെ നിമിഷപ്രിയ അവിടുത്തെ ക്യൂവിനെ പോലെ, അതായത് രാജകുമാരിനെ പോലെയാണ് നിമിഷപ്രിയ തലാലിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ നിമിഷപ്രിയ ചെയ്തത് ഭയങ്കര ബ്രൂട്ടലും ക്രൂരായിട്ടുള്ള ഒരു കാര്യമാണ് നിമിഷപ്രിയ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിമിഷപ്രിയനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഇവിടെ ഉണ്ട്. എന്നാലും ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് സമ്മതിക്കാനാ? അല്ല, ആര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഇവിടെ പല ആൾക്കാരും പല കുറ്റങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരാളെ കയ്യിലാണ് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. സംഭവം കറക്റ്റാണ്. ഇപ്പം നമ്മൾ കുറ്റം ചെയ്തത് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, എത്രയൊക്കെ പീഡനം അനുഭവിച്ചിട്ടാണെങ്കിലും, കൊന്നു കളഞ്ഞിട്ട് ടാങ്കിലാക്കി എന്നുള്ളൊരു കുറ്റം അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ കാല് പിടിച്ച് മാപ്പപേക്ഷിച്ച് തന്നെ വരേണ്ടത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ സംസാരിച്ച് $40,000 ഇവിടുത്തെ ആൾക്കാരെ കയ്യിൽ നിന്നും വാങ്ങിച്ച് $20,000 അവിടെയുള്ള തലാലിൻ്റെ ഫാമിലിനോടും ആവശ്യപ്പെട്ട്, അപ്പോൾ ഈ പൈസ ഒക്കെ ഇവൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇടയിൽ ഇവൻ നല്ല രീതിയിൽ തലാലിൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം മറ്റുള്ള ആളുകൾ അങ്ങോട്ട് അടുപ്പിക്കാണ്ട് നിമിഷപ്രിയക്ക് എത്രയും പെട്ടെന്ന് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് ഇവൻ ട്രൈ ചെയ്തത്. കാരണം ഇവൻ ഓൾറെഡി $40,000 ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് വേറെ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവിടുന്ന് ചോദിച്ചത് എന്തായിരിക്കും, ഞാൻ ഇവിടുത്തെ ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്തോളാം, ഇതിൻ്റെ ഇടയിൽ ഇടപെടുന്നത്, നിങ്ങളൊരു $20,000 എനിക്കും കൂടെ താ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയനെ തൂക്കിലേറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു തരാമെന്നായിരിക്കും പറഞ്ഞത്. അവിടെ പോയി പറഞ്ഞത് ഇവിടെ വന്നിട്ട് തിരിച്ചും പറഞ്ഞു. ഇങ്ങനെ അവൻ അവിടെയും ഇവിടെ തിരിച്ച് പറഞ്ഞ് എല്ലാം കൂടി ഒരു $10,000-$60,000 കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-60-70 ലക്ഷം രൂപ വരും എല്ലാം കൂടെ. അപ്പോൾ ഇവൻ്റെ ഫാമിലി സെറ്റായി, ഇവൻ്റെ ലൈഫ് സെറ്റായി. 10-70 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമില്ലല്ലോ. അപ്പം ഇത്രയും പൈസ അവൻ വെട്ടിലാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കാന്തപുരം ഇടപെട്ടു. വേറെ ആരും ഇടപെട്ടില്ല എന്ന് നമുക്കറിയാം. കാന്തപുരം ഇടപെട്ടു. അത് പോസ്റ്റ്പോൺ ചെയ്തപ്പം മൊത്തത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. അപ്പം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നീ എന്ത് ചെയ്തു, ആ കാശ് എന്ത് ചെയ്തു? ആ ചോദ്യം ഈ പറഞ്ഞ തലാലിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എത്തിക്കാണു. ഇവൻ ഇത്രയും പൈസ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്, അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അയാൾ സ്വന്തം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള കാര്യം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇവൻ ഇതിൻ്റെ രണ്ട് ഇടയിൽ നിന്ന് ഇപ്പം മാക്സിമം പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ്റെ പരിപാടി, അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അത് തലാലിൻ്റെ ഫാമിലിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത്. അവരെ കണ്ടു, അല്ലെങ്കിൽ അവരുടെ ബ്രദറിനെ കണ്ടു, ഫാദറിനെ കണ്ടു, ഞാൻ ചർച്ച നടത്തുന്നുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള, മധ്യസ്ഥർക്ക് കൊടുക്കാനുള്ള പൈസ, അല്ലെങ്കിൽ അവിടുത്തെ കോടതി ചെലവിനുള്ള പൈസ എന്നും പറഞ്ഞിട്ടാണ് ഇവൻ $40,000 വാങ്ങിച്ചത്. അപ്പോൾ ഇവൻ വാങ്ങിച്ചത് വ്യക്തമായി അത് ആ പൈസ വാങ്ങിച്ചത് എന്തിന്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് 2024 ഒക്ടോബറിലോ ഇവൻ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ലെഫ്റ്റ് ആവുന്നത്. ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം മീഡിയ ഗ്രൂപ്പിൽ നിന്നൊപ്പം ലെഫ്റ്റായി. അന്ന് മുതൽ ഇവൻ ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല. അന്ന് മുതൽ ഇവൻ വെറുതെ ചുമ്മാ ബാക്കിയുള്ള, അതായത് ഒരു ഒഫീഷ്യലി ആരെങ്കിലും എന്ന് ചോദിച്ചില്ല, ഞാൻ ചെയ്യുന്നുണ്ട് പറയും. ഇവന് കിട്ടുന്ന കാശ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് അടിച്ചു കൂട്ടി ഇവൻ്റെ ഫാമിലി ഇവൻ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ. ഇവൻ ആ അക്കൗണ്ട്, അതായത് ഇന്ത്യൻ എംബസി ത്രൂ ആണ് പൈസ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ എംബസിയിൽ ഈ പൈസ ഇവൻ്റെ കയ്യിലോട്ടാണല്ലോ പോയത്. ഇവനാണല്ലോ നോക്കി നടത്തിയത്, ഒഫീഷ്യലി ഇവനാണ് നോക്കി നടത്തിയത്. അപ്പോൾ ഈ പൈസ എവിടെ പോയി എന്നുള്ളത് അവനെ പിടിച്ചാൽ തന്നെ കിട്ടും. ആ ചിലവാക്കിയത് എങ്ങനെയാണ്, അവൻ ചിലപ്പം യമൻ നാട്ടിലോട്ട് അവൻ പൈസ അയച്ചിട്ടുണ്ടാവും. അവൻ്റെ നാട്ടിലോട്ട്, അവനിവിടെ ചെന്നൈയിലോ തമിഴ്നാട്ടിലോ എഴുത്തുകാരനാണ്, അവൻ അങ്ങോട്ട് പൈസ അയച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒക്കെ കണക്കെടുത്താൽ ഇവൻ എന്ത് ചെയ്തു ആ പൈസ എന്നുള്ളതിന് കറക്റ്റ് അളവ് കിട്ടും. പിന്നെ അവിടെ ബാങ്ക് ത്രൂ ഒക്കെ എത്രത്തോളം ഈ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അറിയില്ല, ഏത് രീതിയിലാണ് അവർക്ക് ആ നാട്ടിലോട്ട് കാശ് അയച്ചതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവൻ പൈസ തട്ടിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇനിയും ഇവൻ പറഞ്ഞത് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞത് കേട്ട് നമ്മുടെ നാട്ടിലെ സംഘികൾ കുറേ ഉറഞ്ഞു തുള്ളിയിരുന്നു. നമ്മുടെ നാട്ടിലെ പല ബൗഭവ സംഘികളും പല കാരാട്ട് സംഘികളും അല്ലാത്ത സംഘികളും ഒക്കെ ഈ പൊൻതൂവൽ കൊണ്ട് നമ്മുടെ മോദിജിനെ താടിവൽ ഒട്ടിച്ചിരുന്നു. അതൊക്കെ തിരിച്ച് പറച്ചങ്ങടുത്തേക്ക് അയാളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ കളവിൽ മൂത്ത് കൃസംഘികളും സംഘികളും എച്ചിലുകളും എല്ലാവരും കൂടെ ചാടി വീണമെന്നുള്ള ചിന്ത ഇനിയെങ്കിലും നിങ്ങൾക്ക് വന്നാൽ നന്ന്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമാണെന്നുള്ളതും പ്ലീസ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ചോറാണ് തിന്നുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ ചാണകമാണ് തിന്നുന്നതെങ്കിൽ, നിങ്ങൾ ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ വിഴുങ്ങി അങ്ങ് സുഖമായിട്ടിരുന്നോളൂ.